ചില ആളുകളുണ്ട്, എത്ര വലിയ യാഥാർത്ഥ്യം കൺമുന്നിൽ വന്നാലും അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകില്ല. സ്വപ്നലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണവർ. നേരം വെളുത്ത് സൂര്യൻ നെറുകയിലെത്തിയാലും കണ്ണു മടച്ചു പിടിച്ച് ഇപ്പോൾ അർദ്ധരാത്രിയാണ് എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്നവർ. നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും ഇതുപോലെ സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു നേതാവുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ച് 8 നിലയിൽ പൊട്ടി 20,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടും ഇപ്പോഴും താൻ വലിയൊരു വിജയമാണ് നേടിയത് എന്ന് വിശ്വസിച്ച് നടക്കുന്ന സാക്ഷാൽ VP അബ്ദുൾ റഷീദ്. ഇലക്ഷൻ ഫലം വന്നിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. തോറ്റ സ്ഥാനാർത്ഥികളൊക്കെ പരാജയം സമ്മതിച്ച് അടുത്ത 5 വർഷത്തേക്കുള്ള ജനസേവനത്തിനായി നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എന്നാൽ നമ്മുടെ കഥാനായകനായ റഷീദ് ഇപ്പോഴും ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റ്. വളരെ സസ്പെൻസ് നിറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമയിലെ നായകനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളാണ് ആ പോസ്റ്റിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. എന്താണ് ആ പോസ്റ്റിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏറ്റുമുട്ടിയ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 മാസം പിന്നിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ആരംഭിക്കുന്നത്. താനിപ്പോൾ കോൺഗ്രസിൻ്റെയും മുന്നണിയുടെയും പ്രചരണ പരിപാടികളിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള ചുമതലകളിലും തിരക്കിലാണത്രേ. എന്നാൽ ചില CPM സൈബർ ഗുണ്ടകൾ തന്നെ നിരന്തരം തെറി വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം പരാതിപ്പെടുന്നു. തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തവരാണ് ഈ തെറി വിളിക്കുന്നവരിൽ ഭൂരിപക്ഷവും എന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ സൈബർ ആക്രമണം നടക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസത്തെ ആദ്യത്തെ 4 മണിക്കൂറുകൾ താൻ വലിയ ലീഡ് നിലനിർത്തിയതാണ് ഈ ആക്രമണങ്ങൾക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അന്നേ ദിവസം താൻ കൗണ്ടിംഗ് സ്റ്റേഷനിലായിരുന്നത് കൊണ്ട് വാർത്തകൾ കൃത്യമായി കണ്ടിരുന്നില്ലത്രേ. പോരാത്തതിന് കണ്ണൂരിൽ CPMനോട് നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ചിട്ടാണ് താൻ പിടിച്ചു നിന്നതെന്നും നിയമപഠനം പൂർത്തിയാക്കാൻ വരെ തനിക്ക് 2 പോലീസ് ഗൺമാന്മാരുടെ സംരക്ഷണം വേണ്ടി വന്നിരുന്നു എന്നുമൊക്കെ സ്വന്തമായിട്ട് തന്നെ ഒരു വലിയ മാസ് ഹീറോ പരിവേഷം അദ്ദേഹം പോസ്റ്റിലൂടെ നൽകുന്നുണ്ട്. അവസാനമായി ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ കുറിപ്പിനൊപ്പം അദ്ദേഹം ഒരു വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം രാവിലെ റിപ്പോർട്ടർ TVയിൽ വന്ന ഒരു വാർത്തയുടെ ഭാഗമാണിത്. ആദ്യത്തെ ചില റൗണ്ടുകൾ എണ്ണിയപ്പോൾ അബ്ദുൾ റഷീദ് പിണറായി വിജയനേക്കാൾ 733 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കുന്നൊരു വീഡിയോ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും 20,000 വോട്ടിന് തോറ്റ ആ മനുഷ്യൻ ഇപ്പോഴും ആ ആദ്യത്തെ 4 മണിക്കൂറിലെ 733 വോട്ടിൻ്റെ ലീഡും കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ് എന്ന് ഈ പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പുള്ളി ഇപ്പോഴും വിചാരിക്കുന്നത് ഓണം കഴിഞ്ഞാൽ പിണറായി വിജയൻ ധർമ്മടത്തെ MLA സ്ഥാനം ഒഴിയും എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ വന്നാൽ തിരഞ്ഞെടുപ്പില്ലാതെ മത്സരത്തിലെ 2ാം സ്ഥാനക്കാരനായ താൻ MLA ആകുമെന്നും ഈ പുള്ളി കരുതുന്നുണ്ടാകും. എന്നാൽ തനിക്കെതിരെ ഈ സൈബർ ഗുണ്ടകളുടെ ആക്രമണം എന്ന് അദ്ദേഹം പറയുന്നത് സത്യമാണോ? ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. CPM സൈബർ ഗുണ്ടകളല്ല, മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ അമിത ആത്മവിശ്വാസത്തെയും പൊങ്ങച്ചത്തെയും കളിയാക്കി ചിരിക്കുകയാണ്. ആ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കൂ. 6 റൗണ്ട് പിണറായിയെ വിറപ്പിച്ച നിയമസഭാംഗത്തിന് 1000 ആശംസകൾ. മിസ്റ്റർ തോറ്റ MLA, 20,000 വോട്ടിന് തോറ്റ MLA എന്നിങ്ങനെ പോകുന്നു ജനങ്ങളുടെ പരിഹാസങ്ങൾ. ഒരാൾ ചോദിച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞാലും ഞാൻ ജയിച്ചു എന്നുള്ള ലൈനാണല്ലോ എന്നാണ്. ഇതൊക്കെ കാണുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ജനങ്ങൾ ഇദ്ദേഹത്തെ ഒരു കോമാളിയായിട്ടാണ് കാണുന്നതെന്ന്. ഇവിടെയാണ് നാം യഥാർത്ഥ സസ്പെൻസിലേക്ക് കടക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൃത്യം 2 മാസം പിന്നിട്ട ഈ സമയത്ത് അബ്ദുൾ റഷീദ് എന്തിനാണ് പെടുന്നനെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്? പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ സൈബർ ആക്രമണത്തിൻ്റെ വേദന അദ്ദേഹത്തിന് ഓർമ്മ വന്നതാണോ? അല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെ യാദൃച്ഛികമായി ഒന്നും സംഭവിക്കാറില്ല. കാണുന്നതിനപ്പുറം വലിയൊരു തിരക്കഥ ഇതിന് പിന്നിലുണ്ട്. ആ തിരക്കഥയുടെ പേരാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം. കഴിഞ്ഞ കുറച്ചു നാളുകളായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അബ്ദുൾ റഷീദ് നോട്ടമിട്ടിരുന്നു. തന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അതിനുവേണ്ടി അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ഒരേ ഒരു യോഗ്യത ഈ പറയുന്ന ആദ്യത്തെ 4 മണിക്കൂറിൽ ലീഡായിരുന്നു. സാക്ഷാൽ മുഖ്യമന്ത്രിയെ വിറപ്പിച്ചു നിർത്തിയ തനിക്ക് തന്നെ ആ പദവി നൽകണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. എന്നാൽ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനകത്ത് തനിക്ക് വലിയ പിന്തുണയില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു.
20,000 വോട്ടിന് തോറ്റ ഒരാളെ, അതും എപ്പോഴും അബദ്ധങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരാളെ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തിരുത്താൻ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും തയ്യാറാകില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ സ്ഥിരം അടവ് പുറത്തെടുത്തു: മുസ്ലിം ലീഗിൻ്റെ പിന്തുണ. റഷീദിനെ എപ്പോഴും സംരക്ഷിക്കുന്നതും പിന്തുണയ്ക്കുന്നതും മുസ്ലിം ലീഗിലെ ചില നേതാക്കളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരാൾ വരുന്നത് ലീഗിനും വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ റഷീദിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ലീഗ് ഇടപെട്ടാൽ കോൺഗ്രസ് വഴങ്ങുമെന്നായിരുന്നു റഷീദിൻ്റെയും ലീഗ് നേതാക്കളുടെയും കണക്കുകൂട്ടൽ. പക്ഷേ അവിടെയാണ് കഥ മാറിയത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇത്തവണ ശക്തമായൊരു തീരുമാനമെടുത്തു. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വളരെ കർശനമായ ഭാഷയിൽ ലീഗിന് മുന്നറിയിപ്പ് നൽകി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇത് കോൺഗ്രസിൻ്റെ പാർട്ടി കാര്യമാണ്, ഇതിൽ ലീഗ് അഭിപ്രായം പറയേണ്ടതില്ല എന്ന് മുഖത്തടിച്ചതുപോലെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയതോടെ ലീഗ് നേതാക്കൾക്ക് പിന്മാറേണ്ടി വന്നു. ഇതോടെയാണ് അബ്ദുൾ റഷീദിൻ്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന മോഹം എന്നേക്കുമായി തകർന്നടിഞ്ഞത്. മുസ്ലിം ലീഗിനെ താക്കീത് ചെയ്ത കോൺഗ്രസ് നേതൃത്വം മറ്റൊരു കാര്യം കൂടി വളരെ വ്യക്തമായി അറിയിച്ചു: യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് VP അബ്ദുൾ റഷീദിനെ ഒരു കാരണവശാലും പരിഗണിക്കില്ല. ഈ ഒരൊറ്റ തീരുമാനത്തോടെയാണ് റഷീദിൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചത്. ലീഗിൻ്റെ പിന്തുണയുണ്ടായിട്ടും സ്വന്തം പാർട്ടി തന്നെ തഴഞ്ഞതിൻ്റെ കടുത്ത നൈരാശ്യവും അപമാനവും റഷീദിനെ വല്ലാതെ വേട്ടയാടി. ഈ ഒരു കടുത്ത നിരാശയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ജനനം. തനിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം നഷ്ടപ്പെട്ടു എന്നും പാർട്ടി തന്നെ പൂർണ്ണമായി തഴഞ്ഞു എന്നും ജനങ്ങളും അണികളും അറിഞ്ഞാൽ അത് വലിയ നാണക്കേടാകുമെന്ന് അദ്ദേഹത്തിനറിയാം. ആ നാണക്കേട് മറച്ചു വയ്ക്കാൻ ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് ഈ സൈബർ ആക്രമണ നാടകം. താനിപ്പോഴും വലിയൊരു പോരാളിയാണെന്നും CPMനോട് നേർക്കുനേർ നിന്ന് പൊരുതുന്ന ഹീറോ ആണെന്നും വരുത്തി തീർക്കാൻ അദ്ദേഹം മനഃപൂർവ്വം പഴയൊരു വീഡിയോ കുത്തിപ്പൊക്കി കൊണ്ടുവരികയായിരുന്നു. സൈബർ ഗുണ്ടകൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ സഹതാപം പിടിച്ചുപറ്റാനും താനൊരു മാസ് നേതാവാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാനുമുള്ള ഒരു വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അലട്ടുന്നത് സൈബർ അറ്റാക്കുകളല്ല, മറിച്ച് കൈവിട്ടു പോയ ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കസേരയാണ്. താൻ തോറ്റ MLA മാത്രമല്ല, പാർട്ടിയിൽ പോലും ആരും വിലവയ്ക്കാത്ത ഒരു നേതാവാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്: തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ആദ്യത്തെ 4 മണിക്കൂറിലെ ലീഡും വെച്ചുകൊണ്ട് ഇനിയും എത്ര കാലം ഈ മനുഷ്യന് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? കോൺഗ്രസ് പാർട്ടി തന്നെ അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞു. മുസ്ലിം ലീഗിന് പോലും ഇനി അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്നിട്ടും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഫേസ്ബുക്കിൽ വന്ന് ഇത്തരം സിനിമാ ഡയലോഗുകൾ അടിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്: ഇത്രയൊക്കെ നാണം കെട്ടിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ മിസ്റ്റർ 6 റൗണ്ട് MLA? സത്യങ്ങൾ എത്ര മൂടിവയ്ക്കാൻ ശ്രമിച്ചാലും ഇതുപോലെ എപ്പോഴെങ്കിലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അബ്ദുൾ റഷീദിൻ്റെ ഈ പുതിയ ഫേസ്ബുക്ക് നാടകം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ചിരിക്ക് വക നൽകുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.